അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാളത്തെ നമ്മുടെ പരീക്ഷ ലിസാനുൽ ഖുർആനാണ്. ലിസാനുൽ ഖുർആനിൻ്റെ ഫുൾ റിവിഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു മോഡൽ ചോദ്യ പേപ്പറും ചെയ്തിട്ടുണ്ട്. ഇത് 2ാമത്തെ മോഡൽ ചോദ്യ പേപ്പറാണ്. വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ ശ്രദ്ധിക്കുക. 1ാമത്തെ ചോദ്യം, നുകമ്മിലുൽ ജുംലത ബി വദ്ഇ കലിമത്തിൻ മുനാസിബത്തിൻ മിനൽ ഖൗസൈനി. ഇവിടെ ബോക്സിൽ കുറച്ച് കലിമത്തുകളുണ്ട്. അതിൽ നിന്ന് ശരിയായത് തെരഞ്ഞെടുത്ത് എഴുതി പൂരിപ്പിക്കുകയാണ് വേണ്ടത്. 1ാമത്തത് അത്ത്അമു ഡാഷ്, ബ്രാക്കറ്റിൽ എന്തെല്ലാമാണുള്ളത്? ഐന, മൻ, ഇല, ലദീദുൻ, സഹാബിയുൻ, ജാലിസത്തുൻ, ഖറജ. ഐന എന്ന് പറഞ്ഞാൽ എവിടെ, മൻ എന്ന് പറഞ്ഞാൽ ആര്, ഇല എന്ന് പറഞ്ഞാൽ ലേക്ക്, ടു എന്നുള്ളതിൻ്റെ അർത്ഥം, ലദീദുൻ രുചികരമായത്, ടേസ്റ്റി, സഹാബിയുൻ സഹാബി, ജാലിസത്തുൻ ഇരിക്കുന്നവൾ, ഖറജ പുറപ്പെട്ടു. ഇതാണ് ഈ ബോക്സിലുള്ളത്. ഇനി അത്ത്അമു ഭക്ഷണമാകുന്നത് ഏതാ വരിക? ലദീദുൻ രുചികരമാണ്. 2ാമത്തത് അലിയുബ്നു അബി ത്വാലിബിൻ റളിയല്ലാഹു അൻഹു സഹാബിയുൻ. നമ്മൾ പറഞ്ഞില്ലേ സഹാബിയുൻ ജലീലുൻ, ഉത്തമ സഹാബിയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ? അപ്പോൾ സഹാബിയുൻ. 3ാമത്തത് ഡാഷ് അൽ ഔലാദു ഇലൽ മദ്റസത്തി, ആൺകുട്ടികൾ മദ്രസയിലേക്ക് പുറപ്പെട്ടു എന്നാണ് വേണ്ടത്. പുറപ്പെട്ടു എന്നുള്ളതിന് ഏതാണ്? ഖറജ, ഖറജൽ ഔലാദു ഇലൽ മദ്റസത്തി. 4ാമത്തത് ഡാഷ് അൽ ഫായിസു യാ ഉസ്താദ്, ഉസ്താദെ ആരാണ് വിജയ്? ആര് എന്നുള്ളതിന് ഏതായിരുന്നു? മൻ, മനിൽ ഫായിസു യാ ഉസ്താദ്. 5ാമത്തത് മഖറു സമസ്ത ഡാഷ് മഖറു സമസ്ത, സമസ്തയുടെ ഓഫീസ് എവിടെയാണ്? എവിടെ എന്നുള്ളതിന് ഐന, ഐന മഖറു സമസ്ത, സമസ്തന്റെ ഓഫീസ് എവിടെയാണ്? 6ാമത്തത് അൽ ബിന്തു ഡാഷ് പെൺകുട്ടി, ജാലിസത്തുൻ ഇരിക്കുന്നവളാണ്. 7ാമത്തത് ദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളെ ക്ഷണിച്ചു ഡാഷ് അൽ ഇസ്ലാം ഇസ്ലാമിലേക്ക്. അപ്പോൾ ലേക്ക് എന്നുള്ളതിന്റെ അർത്ഥം ഇല എന്നുള്ള ഹർഫ്. ദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാസ ഇലൽ ഇസ്ലാമി. ആ രൂപത്തിൽ ശരിയായത് കൊടുത്ത് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. 2ാമത്തത് നുമയ്യിസുൽ ഇസ്മ വൽ ഫിഅല വൽ ഹർഫ മിനൽ ആതിയ. താഴെ ഒരു ലൈന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഇസ്മ, ഫിഅല്, ഹർഫ് എന്നിവ വേർതിരിക്കാനാണ്. ബനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്ഹാബുഹു മസ്ജിദൻ ഫിൽ മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും മദീനയിൽ ഒരു പള്ളി ഉണ്ടാക്കി. ഖറജ ഹാമിദുൻ മഅ സദീഖിഹി ഇലൽ ഹദീഖ്, ഹാമിദ് അവന്റെ കൂട്ടുകാരനോടൊപ്പം പൂന്തോട്ടത്തിലേക്ക് പോയി. ഈ 2 ജുംലകളിൽ നിന്ന് ഇസ്മ, ഫിഅല്, ഹർഫ് വേർതിരിക്കാനാണ്. ഇസ്മ എന്ന് പറഞ്ഞാൽ പേരുകൾ, ഫിഅല് എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങൾ, ക്രിയകൾ, ഹർഫ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് അർത്ഥമില്ല, എങ്കിലും ഇസ്മിന്റെയും ഫിഅലിന്റെയും കൂടെ വരുമ്പോൾ അർത്ഥം കിട്ടും. 1ാമത്തെ ഉദാഹരണം, ബനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്ഹാബുഹു മസ്ജിദൻ ഫിൽ മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും മദീനയിൽ പള്ളി ഉണ്ടാക്കി. അതിൽ ഏതെല്ലാമാണ് ഇസ്മ, ഫിഅല്, ഹർഫ്? ബന എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി, ഫിഅലാണ്. അന്നബിയു എന്നുള്ളത് ഇസ്മാണ്, നബി. അസ്ഹാബ് എന്നുള്ളതും ഇസ്മാണ്. ഹു എന്നുള്ളതും ഇസ്മ തന്നെയാണ്. മസ്ജിദ് എന്നുള്ളതും ഇസ്മാണ്. മദീന എന്നുള്ളതും ഇസ്മാണ്. ഫിഅല് ഏത് മാത്രമേ ഉള്ളൂ? ബന എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഹർഫ് ഏതെല്ലാമാണ്? ഫി എന്നുള്ളതും അതുപോലെ വ എന്നുള്ളതും. വസ്ഹാബുഹു എന്ന് പറഞ്ഞില്ലേ, അവിടുത്തെ വ എന്നുള്ളതും ഫിൽ മദീന എന്നുള്ളതിലെ ഫി എന്നുള്ളതുമാണ് ഹർഫ്. ഇനി 2ാമത്തെ ഉദാഹരണം, ഖറജ ഹാമിദുൻ മഅ സദീഖിഹി ഇലൽ ഹദീഖ. ഹാമിദ് അവന്റെ കൂട്ടുകാരനോടൊപ്പം പൂന്തോട്ടത്തിലേക്ക് പോയി. അവിടെ ഖറജ പുറപ്പെട്ടു എന്നുള്ളത് ഫിഅലാണ്. ഹാമിദ് എന്നുള്ളത് പേരല്ലേ, ഹിസ്മാണ്. മഅ എന്നുള്ളത് ഹർഫാണ്. സദീഖ് കൂട്ടുകാരൻ എന്നുള്ളത് ഇസ്മാണ്. ഇല എന്നുള്ളത് ഹർഫാണ്. ഹദീഖത്ത് എന്നുള്ളത് ഇസ്മാണ്. ഈ രൂപത്തിൽ ഇസ്മ, ഫിഅല്, ഹർഫ് എന്നിവ വേർതിരിച്ച് എഴുതുകയാണ് വേണ്ടത്. ഇനി അടുത്തത് നക്തുബുൽ ജംഅ, ബഹുവചനം എഴുതുകയാണ് വേണ്ടത്. തിഫ്ല് എന്ന് പറഞ്ഞാൽ കുട്ടി, അതിന്റെ ബഹുവചനം എന്താ? കുട്ടികൾ, അത്ഫാൽ. 2ാമത്തത് ലിസ് കൊള്ളക്കാരൻ, അതിന്റെ ബഹുവചനം എന്താണ്? കൊള്ളക്കാർ, ലുസൂസ്. ഈ രൂപത്തിൽ അതിന്റെ ബഹുവചനങ്ങൾ എഴുതുകയാണ് വേണ്ടത്. ഇനി അടുത്തത് നുകമ്മിലുൽ ഹിവാറ ബിൽ കലിമാത്തിൽ മുനാസിബ, യോജിച്ച കലിമത്തുകൾ എടുത്തുകൊണ്ട് താഴെയുള്ള സംഭാഷണം പൂർത്തിയാക്കുകയാണ് വേണ്ടത്. യാസിർ, അസ്സലാമു അലൈക്കും. ഷാക്കിർ, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഷാക്കിർ, ഇസ്മി ഷാക്കിറുൻ, എൻ്റെ പേര് ഷാക്കിറാണ്. യാസിർ ചോദിക്കാണ് ഡാഷ് ബൈത്തുക,
ഇവിടെ ബ്രാക്കറ്റിൽ എന്തെല്ലാം ഉണ്ട്, ഈ ബോക്സിൽ എന്തെല്ലാം ഉണ്ട്? ഐന, മ, കം, മൻ. ഐന എന്ന് പറഞ്ഞാൽ എവിടെ, മ എന്ന് പറഞ്ഞാൽ എന്ത്, കം എന്ന് പറഞ്ഞാൽ എത്ര, മൻ എന്ന് പറഞ്ഞാൽ ആര്. അപ്പോൾ ഡാഷ് ബൈത്തുക, നിന്റെ വീട് എവിടെ? ഐന ബൈത്തുക. ഷാക്കിർ പറയാണ് ബൈത്തി ഖുർബൽ മസ്ജിദ്, എന്റെ വീട് പള്ളിയുടെ അടുത്താണ്. യാസിർ വീണ്ടും ചോദിക്കാണ് ഡാഷ് ഉളുവൻ ഫി ഉസ്റതിക, നിന്റെ ഫാമിലിയിൽ, നിന്റെ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ട്? എത്ര എന്നുള്ളതിന് ഏതായിരുന്നു? കം. കം ഉളുവൻ ഫി ഉസ്റതിക, നിന്റെ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ട്? ഷാക്കിർ പറയാണ് ഹംസത്ത് വഅദാഇൻ, 5 അംഗങ്ങളുണ്ട്. അപ്പോൾ യോജിച്ച ചോദ്യവാക്കുകൾ എടുത്ത് അത് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തത് നുഅരിബ്, അറബിയാക്കാനാണ്. ആൺകുട്ടി പുസ്തകം വായിച്ചു. ആൺകുട്ടിക്ക് അൽ വലദ് എന്ന് പറയാ. പുസ്തകത്തിന് കിതാബ്, വായിച്ചു എന്നുള്ളതിന് ഖറഅ. ആദ്യം ഫിഅല്, പിന്നെ ഫാഇല്, പിന്നെ മഫ്ഊല്. ആ രൂപത്തിലാണ് ജുംല ഉണ്ടാക്കേണ്ടത്. ഖറഅൽ വലദു അൽ കിതാബ. ഖറഅൽ വലദു അൽ കിതാബ, ആൺകുട്ടി പുസ്തകം വായിച്ചു. അടുത്തത് രണ്ടാമത്തത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിന്റെ അറബി എന്താണ്? ജംഇയ്യത്തുൽ ഉലമാഇ ലി ഉമൂമി കേരള. ആ രൂപത്തിൽ അറബിയാക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തത് നുതർജിം, പരിഭാഷപ്പെടുത്താനാണ്. അൽ കിതാബു ജദീദുൻ, കിതാബ് എന്ന് പറഞ്ഞാൽ പുസ്തകം, ജദീദ് എന്ന് പറഞ്ഞാൽ പുതിയത്. അൽ കിതാബു ജദീദുൻ, പുസ്തകം പുതിയതാണ്. രണ്ടാമത്തത് സാഫറ തിഫിലു മഅ ഖാഫില. സാഫറ യാത്ര പോയി, അത്തിഫിലു കുട്ടി, മഅ ഖാഫില യാത്രാ സംഘത്തോടൊപ്പം. അപ്പോൾ കുട്ടി യാത്രാ സംഘത്തോടൊപ്പം യാത്ര പോയി. ഇനി നക്തുബുൽ മഅന, താഴെയുള്ളതിന്റെ അർത്ഥം എഴുതാനാണ്. ഇഷ്തഹറ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായി. ഷബാബ് എന്ന് പറഞ്ഞാൽ യുവാവ്. ബക കരഞ്ഞു. മുസാബഖ മത്സരം. ഇതാണ് 5ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിന്റെ മറ്റൊരു മോഡൽ ചോദ്യ പേപ്പർ. വിദ്യാർത്ഥികൾ നിർബന്ധമായും 4 പാഠങ്ങളും കൃത്യമായി പഠിക്കണം. റിവിഷൻ വീഡിയോ നിർബന്ധമായും നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണം. വളരെ സിമ്പിളായിട്ട് വിശദീകരിച്ച ഒരു വീഡിയോ ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.